അങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അപ്പൊ ഈമാനും അമലു സാലിഹാത്തുമാണ് അതിൻ്റെ ഉപാധി. ഈമാനും അമലു സാലിഹാത്തും ഉണ്ടെങ്കിലാ പറയുന്നത്, അവരോടാണ് അള്ളാന്റെ കരാറ്. കാനേഷുമാരി മുസ്ലിമീങ്ങളോടല്ല. പേരിൽ മുസ്ലിമീങ്ങൾ റിലീജിയൻ കോളത്തിൽ മതമേതാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ മുസ്ലിം ഇസ്ലാം എന്ന് എഴുതുന്നവനോടല്ല. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അവസ്ഥ ഇന്ന് എന്താണ്? നമ്മിലേക്ക് നോക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്ക്, നാടിൽ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്ക്. മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്ര പേർക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അതിൽ നിന്ന് ഉത്ഭൂതമായി മനുഷ്യൻ പ്രവർത്തിക്കേണ്ടുന്ന യഥാർത്ഥ പരലോകത്ത് യഥാർത്ഥമായ നിലക്ക് പ്രതിഫലം ലഭിക്കുവാൻ നമ്മെ അവകാശികളാക്കുന്ന വിധത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അറിയുന്ന എത്ര പേരുണ്ട് കൂട്ടത്തിൽ? പലർക്കും ഈമാൻ കേട്ടുകേൾവിയാണ്. എന്താ അള്ളാഹുവിലുള്ള വിശ്വാസം? 6 കാര്യങ്ങളിൽ വിശ്വസിച്ചവനെ മുസ്ലിമാകൂ, അല്ലേ? ഈമാനിൻ്റെ 6 കാര്യങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായി പറയുന്നത്. ഈ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളും. ഇതിനെക്കുറിച്ചൊക്കെ എത്ര പേർക്ക് അറിയാം? പ്രാഥമികമായ അറിവുകളെങ്കിലും എത്ര പേർക്ക് അറിയാം? വളർന്നു വരുന്ന തലമുറ മദ്രസാ വിദ്യാഭ്യാസം ഏതാനും വർഷങ്ങൾ കിട്ടിയെങ്കിലായി. ഇന്ന് പലപ്പോഴും അതിനൊന്നും സമയം തീരെ കിട്ടാത്തൊരു കാലം, മതവിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ എന്താണ് ഈമാൻ എന്ന് ചെറുപ്പത്തിലെ പഠിപ്പ് കിട്ടാതെ, സൽക്കർമ്മങ്ങൾ എന്താണെന്ന് പഠിപ്പ് കിട്ടാതെ നമ്മൾ വളർന്ന് പിന്നീട് കുറച്ചും കൂടി നമ്മുടെ യങ് സ്റ്റേജിലേക്ക് നീങ്ങുമ്പോൾ ഒന്നും അറിയാത്തൊരു സമൂഹത്തെ കൊത്തിവലിക്കാനും അവരുടെ മനസ്സുകളിൽ സംശയങ്ങളുടെ വിഷവിത്തു പാകുവാനും വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള കഴുകന്മാർ. അവരുടെ ദുഷ്പ്രചരണങ്ങൾ കേട്ട് തളരുകയാണ് ഒരു വിഭാഗം ജനങ്ങൾ. എന്തേ കാരണം? ബേസിക്കലായി അടിസ്ഥാനപരമായി അവർക്ക് ലഭിക്കേണ്ടുന്ന അവരുടെ ആത്മീയ പോഷണത്തിന് അനിവാര്യമായ വിശ്വാസങ്ങളെ സംബന്ധിച്ച്, സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം, പഠനം അവർക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടിയിട്ടില്ല. ഇത് ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കണം. ഒരു തലമുറയുടെ വിജയം ഈമാനിലൂടെയാണ്, സൽക്കർമ്മങ്ങളിലൂടെയാണ്. ഒരു വ്യക്തി ചെറുപ്പം തൊട്ടേ അവനിൽ ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടത് ഈമാനാണ്. ആ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങളാണ്. ആ മേഖലയിൽ തളർച്ച ബാധിച്ചതാണ് ഈ ഉമ്മത്തിന് ബാധിച്ച എല്ലാ അപജയങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമെന്ന് നമ്മൾ തിരിച്ചറിയാൻ ഇനിയും വൈകിയാൽ എന്നും പതിതരായി, പീഡിതരായി, മർദ്ദിതരായ ഒരു വിഭാഗമായി, പൊട്ടിക്കരയാൻ പോലും ഒരിക്കലും അവകാശമില്ലാത്ത ഒരു വിഭാഗമായി അധപ്പതിക്കുന്ന അവസ്ഥയിലേക്കാണ് പോവുക. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് നിരാശപ്പെടേണ്ടവരല്ല നമ്മൾ. നമുക്ക് ഉയരാനാകും, വളരാനാകും, അന്തസ്സ് നേടാനാകും, ഇസ്സത്തിലൂടെ ജീവിക്കാനാകും. മരിക്കുന്നത് വരേക്കും അന്തസ്സോടെ ജീവിക്കാൻ കഴിയും. അള്ളാഹു പറയാണ്, നിങ്ങൾ അങ്ങനെ പതിതരാവേണ്ടവരല്ല, നിസ്സാരന്മാരാവേണ്ടവരല്ല, എല്ലായിടങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ടവരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തി, നട്ടെല്ലുയർത്തി അന്തസ്സോടെ നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും. പക്ഷെ അവിടെയും അള്ളാഹു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ നിന്ദ്യരാവേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെട്ട് പൊട്ടിക്കരയേണ്ടതില്ല, നിങ്ങൾ നിന്ദ്യരും പരിതരുമൊന്നും ആകേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ, നിങ്ങൾക്ക് തന്നെയാണ് അന്തസ്സ് ലഭിക്കുക. പക്ഷേ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ എന്നാ അള്ളാഹു പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാറുണ്ട്. പരിഹാരം അള്ള പറഞ്ഞു തരുമ്പോൾ അതിലേക്കൊട്ട് കാതു കൊടുക്കുന്നില്ല. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് സഹോദര.
ഏത് വിഷയങ്ങളുടെയും പരിഹാരമായി റബ്ബിന്റെ കിതാബിൽ പരിഹാരം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് മുഖവിലക്കെടുക്കാതെ അതങ്ങോട്ട് തട്ടി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറില്ല. ഓരോ വ്യക്തിയും ചിന്തിക്ക്, എന്തിനാ മറ്റുള്ളവരെ പറയുന്നത്? നമ്മൾ നമ്മിലേക്ക് മടങ്ങ്. എനിക്ക് ഈമാനും അമലു സാലിഹാത്തിനെ കുറിച്ച് എന്തറിയാം? അങ്ങനെയല്ല, ഓരോരുത്തരും അവരവരിലേക്ക് മടങ്ങ്. തൻ്റെ ഈമാൻ ശരിയാണോ? താൻ സൽക്കർമ്മ നിരതമായ ജീവിതത്തിലാണോ? അങ്ങനെ ഒരു വ്യക്തിയല്ലേ നന്നാവേണ്ടത്? വ്യക്തിയിൽ നിന്നല്ലേ കുടുംബം പിറക്കുന്നത്? കുടുംബത്തിൽ നിന്നല്ലേ സമൂഹം ഉണ്ടാകുന്നത്? ആ സമൂഹമല്ലേ ഒരു രാജ്യത്തുള്ള പൗരന്മാരും ജനതകളുമായി വളരുന്നത്? ആ അടിസ്ഥാന ഘടകത്തിൽ നിന്ന് തന്നെ ഓരോ വ്യക്തിയിലും അനിവാര്യമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യമാണ് ഈമാനും അമലു സാലിഹാത്ത്. അപ്പൊ അവരോടാ അള്ളാഹു പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്താ മാർഗം? ഇതൊക്കെ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ടാണ് തള്ളിക്കളയാണ് സമൂഹം. പഠിക്കണം ജനങ്ങളെ, പഠിപ്പിക്കൂ, ഉൾക്കൊള്ളൂ. ഈ സമൂഹത്തിനിത് അടിസ്ഥാനപരമായ വിജ്ഞാനം കൊടുക്കൂ. അള്ളാനെ തെറി പറയുന്ന, റസൂലുള്ളാനെ തെറി പറയുന്ന, കേട്ടാൽ ഇറക്കുന്ന ഭാഷയിൽ തെറിപ്പൂരങ്ങൾ കൊണ്ട് വിമർശനം ഉന്നയിക്കുന്ന തനിച്ച തെമ്മാടികൾ സോഷ്യൽ മീഡിയകളിലൂടെ നിറഞ്ഞാടുമ്പോൾ വിമർശനങ്ങളൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. ഇത് വിമർശനം എന്നല്ല ഇവരെ കുറിച്ച് പറയേണ്ടത്, പുളിച്ച തെറിയാ പറയുന്നത് അള്ളാഹിനെ പറ്റിയും അള്ളാഹിന്റെ റസൂലിനെ പറ്റിയൊക്കെ. ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ പോലും കഴിയാത്തത്ര രൂപത്തിലുള്ള അറപ്പുള്ളവാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുക. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ അവരുടേതായ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ബന്ധപ്പെട്ടവരും അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ്, എന്താണ് നമ്മുടെ വിശ്വാസങ്ങൾ, എന്താണ് വിശുദ്ധ ഖുർആൻ, എന്താണ് നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എപ്രകാരം നമ്മൾ ഗ്രഹിക്കണം എന്ന് നാമും നമ്മുടെ കുടുംബവും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, നമ്മൾ ഉൾക്കൊള്ളാത്തതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടാകുമോ സഹോദരങ്ങളെ? ചെകുത്താൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടികൾ നിർവഹിക്കാതെ അലസരായി ഉറങ്ങുകയാണ്. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കരാറ്, അള്ളാഹുവിൻ്റെ വാഗ്ദത്തം ആരോടാണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു.